യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പനിയൊക്കെ മാറി ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അതാണ് ഇന്നലെ ഒന്നും വീഡിയോസ് ഇല്ലാതിരുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇടാട്ടോ. ഓക്കെ. അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് റീഡിങ് പേയ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തോടു കൂടി കിട്ടുന്നതായിരിക്കും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് ഊർജങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോയതോടുകൂടി നിങ്ങളുടെ ചിന്തകൾ ഈ വ്യക്തിയെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ പേഴ്സൺ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൂടെ ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയിൽ ഉടലെടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പേഴ്സൺ എന്താ പറയാ, നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സണെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ, കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു എനർജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവറോൾ 2 എനർജി എന്താണെന്നുള്ളത് അവസാനം നോക്കാം. ഇപ്പൊ ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഈ പേഴ്സണെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ക്ലേവോയൻസ് ആണ്, ഇൻസ്പിറേഷൻ, ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ട്രസ്റ്റ് ആണ്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു ലേഡി സംതിങ് ഒരു മാജിക് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട്, ഒരു അത്ഭുത പ്രവൃത്തി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ലേഡിയുടെ മുന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ഈ ലേഡിയുടെ ചിലപ്പോൾ ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഈ ലേഡിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ച്, അതായത് ഈ ഒരു ലേഡി ആരെയാണോ സ്നേഹിക്കുന്നത് ആ ഒരു പേഴ്സണെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെ തോന്നിക്കുന്നതായിരിക്കാം. ഒരു രൂപം ഉണ്ടായി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്ത ഒരു കാര്യമുണ്ട് എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ പേഴ്സന്റെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ വ്യക്തി ഒറ്റക്കൊരു മുറിയിൽ ഇരിക്കുകയാണ്, ആൻഡ് ഓൾസോ ആരുടെയും പ്രസൻസ് ഇല്ലാതെ ഈ പേഴ്സൺ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ കിടന്നുറങ്ങുകയായിരിക്കാം, അല്ലെങ്കിൽ ബെഡിൽ കിടക്കുകയായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൂടെ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് തിരിച്ചറിയുന്ന രീതിയിൽ, നിങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ പേഴ്സണ് പലതരത്തിലുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംതിങ് ലൈക്ക് ദാറ്റ് എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സോ അതിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പേഴ്സണ് ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓർമ്മ വരുന്നതും, നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട്, ഈ പേഴ്സൺ ഒറ്റക്കല്ല എന്നും നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഈ പേഴ്സൺ ഇതിലൂടെ ഒരു സന്തോഷം, സമാധാനം, മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ, ഇതൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് ഈ വ്യക്തി നോക്കി കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ വിളിക്കുന്നതായിട്ട്, ഓക്കെ, ഇപ്പൊ ഏട്ടാന്നോ ഇക്കാന്നോ അല്ലെങ്കിൽ ഇച്ചായാന്നോ അല്ലെങ്കിൽ ഇപ്പൊ എടീന്നോ അല്ലെങ്കിൽ എന്താ പറയാ നിക് നെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അമ്മു, ചിന്നു, അങ്ങനത്തെ ഒക്കെ കുറെ നിക് നെയിംസ് ഉണ്ടാവുമല്ലോ, ഉണ്ണി, കണ്ണ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ പേരുകളൊക്കെ വിളിക്കുന്നതായിട്ടൊക്കെ വളരെയധികം ഈ പേഴ്സണ് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കാതുകളിൽ അത്തരം ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ അത് തീർത്തും എന്താണ്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രസൻസ് ആണത്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ലെറ്റ് ഇൻ ഗോ ആണ്. അതായത് ഈ പേഴ്സണെ പുറകിലേക്ക് വലിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ. ഇപ്പൊ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളോ ആരുമില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ പേടിക്കണ്ട എന്നൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും സത്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കണ്ട, വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഒരു ഭീതി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് അത് പല കാര്യങ്ങളും ഈ പേഴ്സൺ തുറന്ന് പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു ഒരു വ്യവസ്ഥ, ഒരു സത്യമാണത്. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ അത്തരം സിറ്റുവേഷൻസിനെ മാറ്റിവെച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സന്റെ ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എത്ര വാതിലുകൾ അടഞ്ഞാലും ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും, എന്നെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചു നാളത്തേക്ക് ഒരുപക്ഷെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം, മിണ്ടാതിരുന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് ഇട്ട്, ഇന്റർവെൽ ഇട്ട് നിന്നിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും, എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എത്ര വാതിലുകൾ അടഞ്ഞാലും ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിന്നും ഈ പേഴ്സൺ, കാരണം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഇവിടെ ഡോഗുകൾ എന്താണ് കയ്യിൽ ഇങ്ങനെ വിലങ്ങ് അല്ലെങ്കിൽ സംതിങ് അങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ട് അവർ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. അത് പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, തടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാനുള്ള ഒരു ആർജവം ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു എനർജിയാണ്, ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ 2 വേൾഡ്സ് ആണ്, 2 ഓഫ് സ്ക്രോൾസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ പലതരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജീസ് വന്ന് പെട്ടത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വന്നത് കൊണ്ട് തന്നെ, അത് നിങ്ങൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ യാത്രേനെ അത് നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. യാത്ര എന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മീറ്റപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന് സാധിക്കുന്നില്ല. എപ്പോഴൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താലും ഓക്കെ അടുത്ത ആഴ്ച വരാം, അല്ലെങ്കിൽ അടുത്ത മാസം വരാം, ആരോട് പറയണ്ട, സീക്രറ്റ് ആയിട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ചാൽ പോലും അതെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെയും വളരെയധികം മടുപ്പ് ഉളവാക്കുന്ന, അല്ലെങ്കിൽ മടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അത് കണ്ടിന്യൂഷൻ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു തടസ്സം, ഇപ്പൊ നേരിട്ട് കാണാൻ നോക്കുമ്പോഴാണെങ്കിലും, നേരിട്ട് സംസാരിക്കാം, എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വരാം എന്നൊക്കെ വിചാരിക്കുമ്പോഴും അവിടെ തടസ്സങ്ങൾ കൊണ്ട് മൂടുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളെ മടുപ്പിക്കുന്നുണ്ട്, ഏതൊക്കെയോ രീതിയിൽ എങ്ങനെയൊക്കെയോ അത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ മടുപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ കഴിയുന്നു. ഓക്കെ. ആൻഡ് ഓൾസോ ഒരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് നോക്കാം. ഇതൊരു പക്ഷെ നിങ്ങൾക്കായിരിക്കാം, ഇനി നിങ്ങൾക്കല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം. അഡിക്ഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 7 ആണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഒരു പക്ഷേ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്താന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട് സർക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അത് പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു റിപ്പീറ്റേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, അത് എന്ത് കാര്യത്തിനോട്, എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആസക്തിയാണത്. മനസ്സിലായോ? അതിപ്പോ കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അത് ഓവറായി കഴിഞ്ഞാലും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും മണി മൈൻഡഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കുന്ന കാര്യത്തിൽ കുറച്ച് അഡിക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പൈസയോട് അഡിക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ സംതിങ് എന്തൊക്കെയോ കാര്യത്തിൽ ഈ പേഴ്സൺ അഡിക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുതലെടുക്കുവാനും മിസ്യൂസ് ചെയ്യുവാനും കൂടെയുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അതിൽ പലതും വിജയിച്ചു പോയതായിട്ടും കാണിക്കുന്നുണ്ട്.
അതിലൂടെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാവുകയും നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. ഫോർ എക്സാമ്പിൾ, ഈ പേഴ്സണ് വളരെയധികം എന്താ പറയാ ഒരു എന്താ പറയാ ഭയങ്കര അധികം ഇപ്പൊ ഗെയിംസ് ഒക്കെ വളരെയധികം ഇഷ്ടമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ ഗെയിമുകൾ കളിക്കുന്നതൊക്കെ ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെയുള്ള ആൾക്കാർ അതിന് കൂട്ടു നിൽക്കുക, പൈസ വെച്ചിട്ട് കളിക്കുക, ദെൻ അവിടെ പൈസ നഷ്ടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിലേക്ക് അഡിക്റ്റഡ് ആക്കുക, അതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുക. പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല, അത് തെറ്റാണ്, അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ഈ പേഴ്സണെ എന്താണ് വീഴ്ത്താൻ അല്ലെങ്കിൽ കുഴിയിൽ ചാടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്യുന്നു, അതിൽ അഡിക്റ്റഡ് ആകുന്നു, ഓവറായിട്ട് അത് ചെയ്യുന്നു, പലതും നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊരു പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്, ആ ഒരു അഡിക്ഷൻ. ഓക്കെ, അപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ സ്വയം അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഈ ഒരു അഡിക്ഷൻസ്, ഇനി വേറെയും ആകാം, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ അതൊക്കെ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു അഡിക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ ദ 10 ഓഫ് കപ്സ് ആണ്. ഇത് ഈ പേഴ്സന്റെ എക്സ്പെക്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്തായി തീരണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ട്രഡീഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സോഷ്യൽ എത്തിക്സ്, അല്ലെങ്കിൽ അഭിമാനം, അല്ലെങ്കിൽ അനുഗ്രഹം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി, ഇതിനോടൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. സത്യത്തിൽ ഈ പേഴ്സന്റെ പ്രവൃത്തി കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് തോന്നും, ഭയങ്കര ഉഴപ്പായിട്ടും ഭയങ്കര റോങ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും എന്താണ് ഈ പേഴ്സൺ ചില സമയങ്ങളിൽ എന്താണ് വളരെയധികം ഇമോഷണൽ ആണ്. ഇമോഷണൽ പരമായിട്ട് ഈ പേഴ്സന് എന്താണ് റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം വേണം, നല്ലൊരു പാർട്ട്ണറിനെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് എന്താണ് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയാൽ മാത്രമേ അതിനൊരു സ്ഥിരതയുണ്ടാകൂ, അല്ലെങ്കിൽ അത് പരിപൂർണമാവുകയുള്ളൂ, അവിടെ ഒരു കംപ്ലീഷൻ വരികയുള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടി ഈ പേഴ്സന് കിട്ടുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ അതും ഈ പേഴ്സന്റെ ഒരു എന്താണ് ഒരു വിശ്വാസമായിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആഗ്രഹമാണത്. ഓക്കെ, ഇപ്പോ സിംഗിൾ ലൈഫും മതി, ഞാൻ ബാച്ചലർ ആയിട്ട് നടന്നോളാം എന്നൊക്കെ വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് വലിയ ഡയലോഗൊക്കെ അടിക്കുമായിരിക്കും. പക്ഷെ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിലേക്കും ജീവിതത്തിലേക്കും നോക്കുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം എന്താണ് ഫാമിലി ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ്, ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഗോസ്റ്റ് ലാൻഡ്. വെൽ, ദിസ് കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അകന്നു പോകാൻ വേണ്ടിയിട്ട് അതിശക്തമായി തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൂടെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ബ്ലാക്ക് മാജിക് എനർജീസ് വരാം, പ്രാർത്ഥനകൾ വരാം, നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസ് വരാം. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിന്നും തന്നെ വന്നിട്ടുള്ള കാർമിക് ആയിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അതായത് പാസ്റ്റ് ലൈഫിലാണ്, കഴിഞ്ഞ ജന്മത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തില് നിങ്ങളെ ചിലപ്പോൾ ആ ജന്മത്തിലും നിങ്ങളുടെ ശത്രു ആയിരിക്കാം. അപ്പൊ ഈ ജന്മത്തിലും നിങ്ങളെ പിന്തുടരുന്നതായിട്ട് ആ സെയിം ശത്രു വിത്ത് സെയിം മൈൻഡ് സെറ്റ് ആയിട്ട് നിങ്ങളെ പിന്തുടരുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നാശത്തിനായിട്ട് നോക്കി നിൽക്കുന്നതായിട്ടും, അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാനിഫെസ്റ്റ് എങ്കിലും ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏതൊക്കെയോ രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നു. പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഓവറോൾ എനർജി നോക്കാം. ഈ പേഴ്സന്റെയും ഈ റിലേഷൻഷിപ്പിന്റെയും ഫുൾ മൂൺ ഇൻ വിർഗോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഫാസ്റ്റസ്റ്റ് ആക്ഷൻ ആണ്, ബിക്കോസ് ദ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ദ എർത്ത് എനർജി ആണ്. ആൻഡ് ഓൾസോ ദ ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണ് തോപ്പിക്കണം, മറ്റാരൊക്കെയോ തോൽപ്പിക്കണം എന്നുള്ളൊരു ചിന്തയും കൂടി ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ ഈ പറയുന്നത് പോലെ
ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ശത്രുക്കളായിരിക്കാം. അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആക്ഷൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണം. അത് മറ്റുള്ളവരെ, ശത്രുക്കളെ തോൽപ്പിക്കുന്നതും എന്നാൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, അതായത് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ പ്രചോദനമാകുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ പവർ ഓവർ ഡിഫിക്കൽട്ടിയാണ്, റിക്ലെയിമിങ് യുവർ പവർ എന്നാണ്. കാരണം നമ്മൾ എത്രത്തോളം ഒരു എനർജീനെ തല്ലിക്കെടുത്തിയാലും ആ ഒരു എനർജിക്ക്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന് അതിൻ്റെതായിട്ടുള്ള ഒരു സോൾ പവർ ഉണ്ടെങ്കിൽ എത്രത്തോളം തല്ലിക്കെടുത്തിയാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെയും നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഒരു എനർജി വെച്ച്, ഒരു ഹിസ്റ്ററി വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇവിടെ പവർ ഓവർ ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ ഡിഫിക്കൽട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് അനുഭവിക്കേണ്ടതായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൽ ഇത് ഉള്ളതായിരിക്കാം, ഈ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങളായിരിക്കാം, നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ ഏതൊരു ചീത്ത സമയത്ത് നിങ്ങളെ കയറി പിടിച്ചു, അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അതിലൂടെ അതിനെ മറികടക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതിനെ മറികടക്കാൻ പറ്റുമെന്ന്. കാരണം അതോടുകൂടി തകർന്നു പോകുന്നതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകുന്നത്, നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ. പക്ഷെ അതിനെ മറികടക്കാനും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ആ ഒരു പവർ, ആ ഒരു യഥാർത്ഥ പവറിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആ ഒരു സാഹചര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കിവിടെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും കൂടി വന്നിട്ടുള്ള ഒരു റിവെഞ്ചും കൂടിയാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. സാധാരണ രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ല, പാസ്റ്റ് ലൈഫാണ്. അതിപ്പോ ട്വിൻ ഫ്ലെയിം ആകണം, സോൾമേറ്റ്, അങ്ങനെയല്ല. പക്ഷെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു കണക്ഷൻ ആണ്. ഇവിടെ ഒരു വാശിയും കൂടിയാണ്, സോളിന്റെ വാശിയും കൂടിയാണ് ഇവിടെ നിറവേറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, UAE മേ ബി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ദെൻ കുറച്ച് സ്ഥലങ്ങളാണ്, കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്, ഗോവ, മഹാരാഷ്ട്ര, ഇടുക്കി, തമിഴ്നാടു, 4-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 6-ാം തീയതി ബഹ്റൈൻ, പോർച്ചുഗൽ, ദെൻ മലപ്പുറം, സ്കോട്ട്ലാൻഡ്, 966699 ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഏഞ്ചൽ നമ്പർ ട്രാവൽ, യെസ്, ഒരുപാട് യാത്ര ചെയ്യേണ്ട ഒരു ഇതായിരിക്കാം. 1212. ഓക്കെ, ഇത്രയും ഇത് ഏഞ്ചൽ നമ്പർ ആണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഡിസ്കൗണ്ടിന്റെ റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പതുക്കെയാണ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പനിയൊക്കെ വന്ന് മാറിക്കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.